ബജറ്റിലെ വേതന വർധനവിനെ സ്വാഗതം ചെയ്ത ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാൽ പൂർണ്ണ തൃപ്തിയില്ല എന്നും സമരം തുടരുമെന്നും സമരസമിതി നേതാവ് എസ് മിരി പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് സമ്മതിക്കേണ്ടി വന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപയാണ്. അത് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ ഈ ഗവൺമെൻറ് കയറിയത്. പക്ഷേ ഇപ്പോൾ ഈ ബജറ്റ് ലാസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ 1000 രൂപയുടെ വർധനവേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് വീണ്ടും സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. 3 മാസത്തിനിടയിൽ സർക്കാരിന് 2 തവണയായി 1000 രൂപ വീതം വർദ്ധിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എന്തിലും തൃപ്തിയില്ല. തൃപ്തിയില്ലെന്ന് പറയുമ്പോൾ 9,000 രൂപയുടെ ആശമാർക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. 15,000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ഈ 9,000 രൂപ ഒരു മാസം കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾ സമരമുഖത്തിൽ തന്നെ ഉണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് പൂർണ്ണ തൃപ്തി ഇവർക്കില്ല. പക്ഷെ അതേസമയം തന്നെ ചെറിയൊരു ആശ്വാസവുമുണ്ട്. എന്തായാലും സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? ഏത് തരത്തിലായിരിക്കും ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകുക? ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കുന്നത് വർധനവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പൂർണ്ണ തൃപ്തി ഇല്ലാതെ തന്നെയാണ്. കാരണം 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആശമാരുടെ ആവശ്യം എന്ന് പറയുന്നത്. ശേഷം ഇന്നത്തെ ബജറ്റിൽ 1000 രൂപയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. പക്ഷേ അതല്ല അവരുടെ ആവശ്യം, 21,000 രൂപയാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വർധനവിനെ പോലും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു, സർക്കാരിന് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആദ്യ പ്രതിഘട്ടമായി വരികയും ചെയ്യുന്നത്. അതുപോലെ സമരം ന്യായമാണ്. അവർ ഈ കാലം 200-ലധികം ദിവസങ്ങൾ സമരം ചെയ്തത് അത് ന്യായമാണെന്നും സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള പ്രതികരണം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ സമരം തുടരും. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരപന്തലിലുള്ള ഒരു സമരം അവസാനിപ്പിച്ചെങ്കിലും ഇനിയും സമരം തുടരുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇനിയും സർക്കാരിന് സമയമുണ്ട്. അവർക്ക് ഈ തുക വർധന അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സമയമുണ്ട്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായതുപോലുള്ള നിലപാടിൽ മാറ്റമുണ്ടാവില്ല. അത് സർക്കാരിനെതിരെ പ്രചരണത്തിൽ ഇറങ്ങാൻ തന്നെയാണ് ഇനിയും ആശമാർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് സമയമുണ്ട്. അത് സമരത്തിന് ഇറങ്ങാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളിലേക്കോ ആശമാരെ നിർബന്ധിതരാക്കരുത് എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത മാസം സമരത്തിന്റെ 1ാം വാർഷിക ദിനത്തിൽ വീണ്ടും സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്താനും ആശമാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു 1000 രൂപയുടെ വർധനവ് അത് ഒരാശ്വാസമെങ്കിലും അത് പോരാ. 21,000 രൂപയാക്കണം. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടിലേക്കും അതുപോലെ തന്നെ സർക്കാരിനെതിരെ പ്രചരണത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.